ചെയ്തെടുക്കുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മായാലും എൻ്റെ ഉമ്മേൻ്റെ ഉമ്മായാലും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു നേർച്ച പോലെ അവർ എപ്പോഴും ഇതാണ് ചെയ്യാറുള്ളത്. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. അപ്പം ഞാനും കൂടെ പോയിട്ടുണ്ട് അങ്ങനെ കൊടുക്കാനൊക്കെ അവരുടെ കൂടെയൊക്കെ. അപ്പോൾ അധികം പോയിട്ടുള്ള ഉമ്മൻ്റെ കൂടെയാണ്. ഒരു നേർച്ച പോലെ എപ്പോഴും വല്യമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സംഭവമായിരുന്നു. ആവശ്യമുണ്ടോ എന്തേലും? ഒന്നും വേണ്ട. ചോദിച്ചു ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ചോറ് ഇനി വേണമെങ്കിൽ തരാം കേട്ടോ. കഴിച്ചോളേ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെളിമാടുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇന്ന് നമ്മൾ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അതായത് തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ ഓടി നടക്കുന്ന സമയത്തും പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തും നിദ്രായ രോഗികൾക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തും ജീവിക്കുന്ന ഒരു ഉമ്മയും മോളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. അതായത് നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടതും ഒരുപാട് എന്താ പറയുക ഇവരൊക്കെ അറിയുന്നതുമായി ഒരുപാട് സംഗതി ഈ വീഡിയോയിലുണ്ടാവും. എന്തായാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു ഫാമിലി നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാനുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദാനകർമ്മം എന്താണ് അവർ ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാം. എന്തായാലും നമുക്ക് നേരെ അവരൊന്ന് പരിചയപ്പെട്ട് തുടങ്ങാം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഒരുപാട് സംഗതി ചെയ്തെടുക്കുന്നു. ശരിക്കും എന്താണ് ഈ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മായാലും എൻ്റെ ഉമ്മേൻ്റെ ഉമ്മായാലും ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു നേർച്ച പോലെ അവർ എപ്പോഴും ഇതാണ് ചെയ്യാറുള്ളത്. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. അപ്പം ഞാനും കൂടെ പോയിട്ടുണ്ട് അങ്ങനെ കൊടുക്കാനൊക്കെ അവരുടെ കൂടെയൊക്കെ. അപ്പോൾ അധികം പോയിട്ടുള്ള ഉമ്മൻ്റെ കൂടെയാണ്. ഒരു നേർച്ച പോലെ എപ്പോഴും വല്യമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സംഭവമായിരുന്നു. നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണോ അത് സംഗതി? അതെ. ഇപ്പൊ വല്യമ്മ ഇല്ല. അപ്പൊ വല്യമ്മക്ക് പകരമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. പിന്നെ വെച്ചാല് പാവപ്പെട്ടവരുടെ ഒരു നേരത്തെ പട്ടിണീന്റെ വില എന്താന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇതിപ്പോ ഉമ്മയല്ലേ? എല്ലാരും പറയാറുണ്ട്. ഉമ്മ, ശരിക്കും നമ്മൾ ഈ ഒരു പാതയിൽ എത്തിയിട്ട് എത്ര വർഷമായിട്ട്? ഒരു ഇവളിപ്പോ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ്. 5 വർഷമായില്ലേ? പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പഴാ ഞങ്ങളിത്. അല്ല, ഇതെന്താരോ ശരിക്കും നമ്മൾ പറയും നമ്മൾ കൊടുക്കുന്നത് വലതുകൈ കൊടുക്കുന്നത് അറിയാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അറിയണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എങ്കിലും ഇതിലേക്ക് ആൾക്കാർ വരുള്ളൂ. അതെ, ഞാനും അതാ പറയാ. എന്താ വെച്ചാല് മോള് കൊടുക്കുന്ന കണ്ടിട്ട് ഇപ്പൊ എത്രയോ ആൾക്കാര് അവളെ സഹായിക്കാൻ മുന്നോട്ട് വരും. അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മോളെടുത്ത് കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും കൊടുക്കട്ടെ എന്നുള്ളതില് അങ്ങനെ വരുന്നു. ഇന്നിപ്പോ നമ്മൾ വെള്ളിയാഴ്ച ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും എന്താണ് സ്പെഷ്യൽ ഫുഡാണോ കൊടുക്കാറുള്ളത്? അത് സാധാരണ നോർമലി ഫുഡാണോ? അല്ലല്ല, എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഇന്ന് എന്താ ശരിക്കും? വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത് കപ്സയാണ്. നമ്മൾ ഏത് ലൊക്കേഷനിലാണ് എത്തുന്നത്? ഇന്ന് മറ്റേ PVC ഹോസ്പിറ്റലിന്റെ ഭാഗം ബേബീന്റെ അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ശരിക്കും കൊടുത്ത് തീരാറുണ്ടോ? തീരാറുണ്ട്. തികയാത്ത പ്രശ്നം വരാറുണ്ടോ? തികയാതെ 1-2 തവണ വന്നപ്പോ അവർക്ക് ഞങ്ങൾ ക്യാഷ് കൊടുത്ത് ഫുഡ് വാങ്ങിക്കാനുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ കോഴിക്കോട് ഫാമിലിയുടെ അടുത്താണ് കേട്ടോ. ഇവർ ചെയ്യുന്ന ഈ ഒരു പുണ്യപ്രവൃത്തി നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നേരെ പോലെ അപ്പോൾ സാധനം എടുത്തേക്കല്ലേ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്ത സാധനം അല്ലേ? രാവിലെ കുക്ക് ചെയ്തു. നമുക്ക് തിരക്ക് വളരെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. എങ്കിലും കിട്ടുന്ന സമയം നമുക്ക് എത്തിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ? ഓ മാഷാ അല്ലാഹ്, കടലൻ കപ്സ നല്ല സ്മെല്ലുണ്ട്. വേണ്ട, നമുക്ക് കഴിയട്ടെ. നമുക്ക് പോവാം അല്ലേ? ശരി. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത്തയുടെ ഉമ്മയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട സംഗതി തന്നെയാണ്. ഹിത്ത മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കൂടെ അല്ലേ? ഇങ്ങനെ ഫാമിലി ആയിട്ടാണ് പോവുക എല്ലാവരും? അതെ, ഫാമിലി ആയിട്ടാണ് പോവുക. മക്കൾ സ്കൂളുള്ളപ്പോ അവരെ കൂട്ടാറില്ല, അല്ലാത്തപ്പോ അവരെ കൂട്ടിയിട്ടാണ് പോകുന്നത്. കാരണം അവരും ഇത് കണ്ടിട്ട് ഇതുപോലെ അവർക്ക് ചെയ്യാൻ തോന്നണല്ലോ. അതെ. മക്കളെ എന്താ പറയാ, പേരെന്താ? എവിടെ? എത്ര ക്ലാസ് പഠിക്കണേ? 2 ക്ലാസ്സിലാ? 3-ലാ? ഈ 3-ലാ? എന്താ തോന്നണ ഇങ്ങനെ ഒരു യാത്ര? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നറിയോ?
എങ്ങോട്ടാ? ഫുഡ് എടുക്കാൻ. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടാണ് കേട്ടോ. ഇവിടെ കുറേ ആളുകളുണ്ടാവും. അവിടുന്ന് ആൾക്കാരെ വിളിച്ച് നമ്മൾ അവരെ ഫുഡ് കൊടുക്കുന്ന ഏരിയക്ക് കൊണ്ടുപോകും. അത് ഇത്ത നമ്മളെ കൂടെ ഉണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ അങ്ങനെ സ്ഥിരം വിളിക്കും? ഓക്കെ, അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും വരും, എല്ലാവർക്കും ഫുഡ് ഉണ്ട് കേട്ടോ. വരും ഫുഡ് വേണേലൊക്കെ വരും. ഫുഡ് കൊടുക്കണം. ഫുഡ് ലൈഫ് സ്റ്റൈലായിട്ട് ചെയ്തോണ്ടൊക്കെ. ഓക്കെ, ഒത്തിരി ആളെ കിട്ടില്ല എത്താ? അതെ അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർ അധികം കിട്ടിയിട്ട് നമുക്ക് ഇതാ കണ്ടോ. ഇങ്ങനെ ആൾക്കാരിങ്ങനെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇതൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു കാഴ്ച തന്നെയാണ്. കാരണം മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ പോയിട്ട് വാ. എല്ലാവർക്കും ഫുഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ ഫുഡാണ് ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് സർവിങ് തുടങ്ങിയിട്ടുണ്ട്. ഇത്ത ചിക്കൻ കപ്സ് അല്ലേ? നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അതെ വീട്ടിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ. അതെ അല്ലേ, ഫാമിലി ഫുഡ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ബേജാറാവണ്ട. എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഫുഡല്ല, നല്ല സൂപ്പർ ഫുഡാണ്. വെള്ളം മേടിച്ചോളി, എല്ലാവർക്കും വെള്ളമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഷുവറാണോ? എപ്പോൾ വന്നതാ? ഇങ്ങോട്ട് എപ്പോൾ വന്നതാ? അതെ, ഭക്ഷണം നേരത്തെ കഴിച്ച് വന്നില്ല അല്ലേ? രാവിലെ കഴിച്ചില്ല, ഇപ്പോഴാണ് കഴിക്കുന്നത്. സന്തോഷമായില്ലേ? ഇനി എന്ത് വേണോ? ആവശ്യമുണ്ടോ എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്താ ചോദിച്ചു? ഇവിടെ നിങ്ങൾ എവിടുന്നാ വരുന്നേ? എറണാകുളം. ഇവിടെ എന്തിനാ വന്നേ? അതെ അല്ലേ, രാവിലെ കഴിച്ചില്ല അല്ലേ? പണിയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. എന്തായാലും നമുക്ക് വേറെ ഇനി അടുത്ത ഏരിയ നമ്മൾ കവർ ചെയ്യണം. അവിടെ കഴിയൂ? അടുത്ത ട്രിപ്പ് കൊണ്ടുണ്ടാവില്ല അല്ലേ? നിറയെ ആൾക്കാരുണ്ടെന്നാ പറഞ്ഞ കേട്ടോ. ഇത്താത്ത അവിടെ ഉമ്മ എന്താ സ്ഥിതി? നമ്മൾ നീ ഫുഡ് കൊണ്ടുവന്നിരോ? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഫുഡ് തികയും എന്നാണ് ഇവർ പറയുന്നത്. കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ബേജാറൊക്കെ തോന്നുന്നുണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിൻ്റെ ബോട്ടില് നമ്മൾ അന്നദാനം മഹാദാനം എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും അത് വാങ്ങി കഴിക്കുമ്പോൾ അവരുടെ സന്തോഷം വേറെ ലെവലാണ് കേട്ടോ. അത് ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സന്തോഷത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റും. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്പറും കാര്യമൊക്കെ ഞാൻ താഴെ തരാം. കാരണം വെച്ചാൽ ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവേണ്ട സംഗതിയല്ല. കാലാകാലം ഇവിടെ നിലനിൽക്കുന്നതാണ് ഇവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ നടക്കട്ടെ. അതായത് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഫുഡിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം കേട്ടോ. എന്താ സ്ഥിതി? രണ്ടാമത് കൊടുക്കാൻ കഴിയും? അതെ അല്ലേ? അതെ അല്ല, ഫുഡ് എനിക്ക് സ്മെല്ല് കേട്ടപ്പോൾ ഇഷ്ടമായി. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ചൂടുണ്ട്. ഓക്കെ, നിങ്ങളെ ഏകദേശം ചെമ്പ് കാലിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോയിരുന്നത്. ഒറ്റ ട്രിപ്പിന് സംഗതി കഴിഞ്ഞു കേട്ടോ. ഞാൻ പ്രതീക്ഷേൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് സംഗതി കഴിഞ്ഞു. അപ്പോൾ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും കൊണ്ടുവന്ന അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ
നമ്മളെ ബിരിയാണി ചെമ്പ് മൊത്തം കാലിയായി. അപ്പോൾ സംഗതിയിൽ ഇങ്ങനെ തീരാറുണ്ടോ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത്? ആ ഫുള്ള് കഴിയാറുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വരാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. ഞാനൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആരും അറിയപ്പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാ തുടങ്ങിയോണ്ടാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിപ്പം ഒരു ഉമ്മ മകൾ എന്നാൽ അപ്പുറത്തേക്ക് നിങ്ങളെ ബാക്കിൽ വലിയൊരു ടീമിനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇറങ്ങി വരുമല്ലോ. അപ്പം ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താ ഇതൊക്കെ പറയാനുള്ളത്? ശരിക്കും നിങ്ങൾക്ക് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും കഴിയൂല. എൻ്റെ ഒരു ആഗ്രഹം ഇനിയും ഒരുപാട് ആൾക്കാർ കൊടുക്കണം എന്നാണ്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് എത്തി നിൽക്കുന്നത്, ഞാൻ കൊടുത്തതെന്ന് എത്രയോ ഉയരത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനിയും ഇതിനും മുകളിൽ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ മുമ്പ് എനിക്ക് അറിയേണ്ട ഒരു കാര്യങ്ങളുള്ളൂ. ഇങ്ങനെ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇങ്ങനെ ആയിട്ടുണ്ടോ? അങ്ങനെ ഉമ്മാൻ്റെ മുഖത്തോക്കി നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്, അതുപോലെ നിങ്ങളെ മുഖത്തോക്കി നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയാനുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം? അങ്ങനെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്താന്ന് ചെറിയ കാര്യം പറയോ? എന്താന്നുള്ളത് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുപാട്. നമ്മൾ ഫോൺ ചെയ്തപ്പോ എന്തോ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നെക്സ്റ്റ് ടൈം ആയിക്കോട്ടെ അല്ലേ? ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് എന്തായാലും. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിനിപ്പോ ഫണ്ടിങ് ഒക്കെ വേണമല്ലോ അല്ലേ? അപ്പം ബുദ്ധിമുട്ടിലൂടെ ആണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ബുദ്ധിമുട്ട് അധികവും ഫുഡ് കൊടുക്കാനുള്ളതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാല് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നതും അവളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങക്ക് കുറച്ചും കൂടി അത് കിട്ടിയാൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ എത്തിക്കാൻ പറ്റും. കണ്ടല്ലോ എത്ര ആൾക്കാര് അവിടെ ഫുഡ് കഴിക്കാൻ വന്ന് നിങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പോ സാധാരണ ഇത്ര തന്നെ ആൾക്കാർ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഇനി ഇതിലും കൂടുതൽ ആൾക്കാർ വരാറുണ്ട്. ഇപ്പൊ 1-2 ആൾക്കാർക്ക് മിസ്സായി പോയതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഇന്നിപ്പോ കപ്സയാണ് കൊണ്ടുപോയത്. അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് 1-2 ആൾക്കാർ പിന്നെയും വന്ന് വാങ്ങിച്ച് കഴിച്ചു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയൊരു ഫുഡ് ഒരാൾക്കാർ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഉള്ളതെന്ന് ഒരു പങ്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ ഫാമിലി, നമ്മളെ കരളിന്റെ കഷ്ണമായ ഹസ്ബൻഡ്, അതുപോലെ പറയാനുണ്ട്. അത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണല്ലോ എനിക്കിപ്പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന മൂപ്പരൊരാളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഹസ്ബൻഡ് വേണ്ടാന്ന് പറയാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനോണ്ട് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്താണ് കോഴിക്കോട് ഇനി നമുക്ക് എന്താ ചെയ്യാനൊക്കെ നോക്കാം അല്ലേ? ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ.